ഇന്ന് നമ്മുടെ മുല്ലപ്പെരിയാർ ടു കാശ്മീർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഒരു മഴമൂടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് വകവെച്ചില്ല. ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ചാലക്കുടിയോട് വിട പറഞ്ഞ് ഞങ്ങൾ പതിയെ നീങ്ങി തുടങ്ങി. അപ്പോഴാണ് വണ്ടിയുടെ സ്പീഡോമീറ്റർ മാത്രം വർക്കാവുന്നില്ല. ഡിസ്പ്ലേയിൽ ബാക്കി ഫ്യൂവൽ ഇൻഡിക്കേഷൻ, ഗിയർ ഇൻഡിക്കേഷൻ എല്ലാം വർക്കാവുന്നുണ്ട്. പക്ഷേ സ്പീഡോമീറ്ററിൻ്റെ മാത്രം വർക്കാവുന്നില്ല. എന്താണ് അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അതിൻ്റെ കേബിളിൽ ചെറിയൊരു പണി കിട്ടി. അത് മാറാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ കേബിൾ സ്റ്റോക്കില്ലായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളുടെ വിശേഷങ്ങളും എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ ചോദിച്ച് കഥകളെല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് 2 പെറ്റീഷൻ സൈൻ ചെയ്യിപ്പിച്ച്. ചാലക്കുടി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ. അങ്ങനെ പതിയെ നീങ്ങുമ്പോഴാണ് കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലെ വീശുവല പോലെ രണ്ട് ചേട്ടന്മാർ വല പാലത്തിന് മുകളിൽ താഴോട്ട് എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വീശുവലയല്ലായിരുന്നു, പ്ലാസ്റ്റിക്കിൽ നെയ്ത ഉടക്കുവലയായിരുന്നു. മീമെല്ലാം കിട്ടിയോ ചേട്ടാ എന്നതിനുശേഷം ചേട്ടൻ പറഞ്ഞു, ചെറിയ പൊടിമീനുകൾ മാത്രമുള്ള മോനെ, വേറൊന്നും കിട്ടിയില്ല. അങ്ങനെ അവരോട് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ പതിയെ ഒരു പാലത്തിലൂടെ യാത്ര തുടങ്ങി. പിന്നെയും പാലം തന്നെയാണ് കേട്ടോ. പാലം ഒരു വീക്ക്നെസ് തന്നെയാണ്. നല്ല നീലാകാശം, വൈബ് തന്നെ. അങ്ങനെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2 കുട്ടികൾക്ക് പിന്നെ പറയണ്ടല്ലോ, റൈഡേഴ്സിനെ കാണുമ്പം എന്നും കൗതുകം തന്നെയാണ്. അവർ കണ്ണ് ചിമ്മാതെ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പതിയെ നീങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ റോഡിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഇത്രയും മോശം റോഡ് നീ എന്തിനാ കർത്താവെ നൽകിയെന്ന് ഞാൻ ആലോചിച്ച് പോയി. ഞങ്ങളങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തി. നമ്മുടെ സ്വന്തം വാസ്കോഡ ഗാമ വന്നിറങ്ങി കോഴിക്കോടിൻ്റെ സ്വന്തം കോഴിക്കോട് ബീച്ച്. വേറെ എന്ത് പറയാൻ, നമ്മുടെ കോഴിക്കോട് അതിമനോഹരമായ നമ്മുടെ കോഴിക്കോടിൻ്റെ ഡിസ്പ്ലേയും കണ്ട് കോഴിക്കോട് ബീച്ച് ഞങ്ങളങ്ങനെ മെല്ലെ ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ചേട്ടൻ സൈഡിൽ കാറ്റാടിയും പീപ്പിയും ചെറിയ ഉന്തുവണ്ടികളും എല്ലാം വിറ്റുകൊണ്ടിരിക്കുന്ന ചേട്ടനെ കണ്ടത്. തൊട്ട് പുറകെ പാറി പറക്കുന്ന ഒരു പരന്ത്. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. ആ ബോർഡ് വായിക്കാതെ എങ്ങനെ പോകാനാ? യുവർ ലൈഫ് ഇൻ സ്റ്റോറി ഈസ് സ്റ്റോപ്ഡ് ബട്ട് യുവർ റിയൽ ലൈഫ് ഗോസ് ഓൺ. പിന്നെ കല്ലുകളിൽ തീർത്ത കുറേ ശില്പങ്ങൾ, നല്ല കല്ലുകളിൽ പണിയെടുത്തിട്ടുണ്ട്. കുറേ കല്ലുകൾ കൂട്ടി അടുക്കി വെച്ചിരിക്കുന്നു. ഇവരെങ്ങനെ ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി? നല്ല രസമുണ്ട് കാണാനും, നല്ല ഭംഗി. കല്ലുകളും നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ തേച്ച് മിനുക്കി വെച്ചേക്കുന്നു. ഒരു വെൽഡിംഗ് ചാട്ടൻ്റെ ക്രിയേറ്റിവിറ്റിയാണെന്ന് തോന്നുന്നു. വേസ്റ്റ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നു കോഴിക്കോട് ബീച്ച്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അവിടെ നോക്കിയപ്പോഴാണ് നമ്മൾ സാധാരണ കുടിച്ചിട്ട് ത്രോ ചെയ്യുന്ന അക്യോഫിനയുടെ ബോട്ടിൽസ് യൂസ് ചെയ്ത് ഒരു വള്ളം പോലെ പണിതിരിക്കുന്നു. അതും അത് തന്നെ പറയണം, ക്രിയേറ്റിവിറ്റി ഓൺ ഇറ്റ്സ് എക്സ്റ്റെൻസ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം തന്നെ. ഐ ലവ് കോഴിക്കോട്. യെസ്, ഓഫ് കോഴ്സ് ഐ ലവ് കോഴിക്കോട്. അങ്ങനെ ഞങ്ങൾ ജസീർ എന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അയാളുടെ സ്വപ്ന യാത്രയും കൂടിയായിരുന്നു ഇങ്ങനൊരു യാത്ര. പക്ഷേ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൾ ഞങ്ങളെ കഴിക്കാൻ കുറേ നിർമ്മിച്ചു. ഞങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ശരി ഒരു പായസം കുടിക്കാമെന്ന് പറഞ്ഞ ആളെ ഞങ്ങൾക്ക് ഒരു പായസം വാങ്ങി തന്നു. എന്തായാലും സ്നേഹം